ഇതിൽ സേവ് ദ ഡേറ്റ് വീഡിയോ വന്നപ്പോൾ നല്ല രീതിയിൽ ആലോചിച്ചിരുന്നു. സേവ് ദ ഡേറ്റ് വീഡിയോ ഇറക്കുന്നത് ഈ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. വീട്ടിൽ അച്ഛനോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെയാണ് സീനായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ മറ്റേ ടൗണിലൊക്കെ പോയിട്ട് മറ്റേ നിങ്ങളെ മോനെ മംഗലം ഉണ്ടോലും എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ മംഗലം ഞാനറിയാതെ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമൊക്കെ 2 മസിൽ പിടിച്ച് നിന്നു. പിന്നെ 2-3 ആൾക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ ടെൻഷനായി. ഞാനറിയാതെ അച്ഛൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആദ്യത്തെ സീനിൽ തന്നെ മറ്റേ മരണത്തെ മുഖാമുഖം കണ്ടു. ഞാനാണല്ലോ ഓട്ടോ ഓടിക്കുന്നത്. അത് കഴിയുമ്പോ പിന്നെ അതെ അതെ അത് ഞാൻ ഓടിച്ചതിന് ശേഷം ഞാൻ അറിഞ്ഞത്. അറിയില്ല. ചാക്കോച്ചൻ അതിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ചാക്കോച്ചൻ ഞാൻ മറ്റേ നീപ്പാടൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഓട്ടോ ഓടിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സേഫ്റ്റി ഒക്കെ ഉണ്ട്. ചാക്കോച്ചൻ ഇതെന്താണ് എന്നെ കൊല്ലാൻ വേണ്ടിട്ട് ഇയാൾക്ക് സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ വെച്ച് കൊടുക്കണം. 14 വയസ്സുള്ള ഒരു മകന്റെ അമ്മ നായികയായി വരിക എന്നുള്ളത് ഇപ്പൊ അത് എക്സാജറേറ്റ് ചെയ്യൊന്നുമല്ല. അത് ഇന്നത്തെ കാലത്തും അത് അത്രയൊന്നും കോമൺ ആയി സംഭവിക്കാത്തൊരു കാര്യല്ലേ. ഞാൻ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ സിനിമ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അത്ര അധികം മോശം അഭിപ്രായമൊന്നുമില്ല. നാട്ടില് കുഴപ്പമില്ലാത്തൊരു ചെക്കനായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് നാട്ടിലൊക്കെ നോക്കിക്കൊണ്ടായിരുന്നത്. പെട്ടെന്ന് ഈ സിനിമ എന്ന് പറഞ്ഞു പോയി എൻ്റെ വരുമാനം നിലച്ചു. മറ്റേ വേറൊന്നുമില്ല, ഇവനിനി എന്താവും എന്നുള്ള പേടി നമുക്ക് വീട്ടുകാരുടെ അടുത്തുനിന്നും നാട്ടുകാരുടെ അടുത്തുനിന്നൊക്കെ മനസ്സിലാവും. നാട്ടിലെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അവരെയൊക്കെ ആഗ്രഹിച്ചതുപോലെ വിടണം എന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെയൊക്കെ ഒരു സീനിയറായിട്ടുള്ള ഒരാളാണ്. കണ്ടില്ലേ രാജേഷേട്ടൻ പോയിട്ട് എന്ന് പറയാൻ പറ്റില്ല, പറയാൻ പാടില്ല. അവരോട് പോസിറ്റീവായിട്ട് കാണാം. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രാജേഷ് മാധവൻ ആൻഡ് ചിത്ര നായർ. വെൽക്കം. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ പറഞ്ഞു തീരാൻ തന്നെ ഇച്ചിരി പാടുണ്ട്. ആദ്യം ഈ ടൈറ്റിലുണ്ടല്ലോ, ഇതെങ്ങനെയാ ഫിക്സ് ചെയ്യണേ? രതീഷ് പൊതുവാൾ സ്ഥിരം ടൈറ്റിൽ. അതെ അതെ, പുള്ളി സിനിമ എല്ലാ സിനിമകൾക്കും ഏകദേശം എല്ലാ സിനിമകൾക്കും സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ടൈറ്റിൽ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇതിന്റെ ടൈറ്റിൽ ആദ്യമേ തീരുമാനിച്ചിരുന്നു. തുടക്കം ഒരു അതിന്റെ ചിന്ത ഉണ്ടായിട്ട് എന്താ പ്രൊമോഷൻ ഇതിന്റെ ആദ്യത്തെ ഫസ്റ്റ് പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ രതീഷേട്ടൻ ഇതാണ് സിനിമ ടൈറ്റിൽ. ഹൃദയഹാരിയാ. ഇത് കൊഴുമൽ രാജീവന്റെ കേസ് തീർക്കുന്നതിന്റെ ഇടയിൽ ഈ സ്പിൻ ഓഫ് എങ്ങനെയാ ആലോചിച്ചേ? കൊഴുമൽ രാജീവന്റെ കേസ് തീർക്കുമ്പോൾ ഈ സ്പിൻ ഓഫ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതും കഴിഞ്ഞിട്ട് മദനോത്സവമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്പിൻ ഓഫിനെ കുറിച്ചിട്ടുള്ള ആലോചനകളൊക്കെ വന്നത്. ചെറിയൊരു സിനിമ എന്നുള്ള രീതിയിൽ പറഞ്ഞതാ. പിന്നെ അതൊരു വലിയ സിനിമയായി. എങ്ങനെയായിരുന്നു ഇങ്ങനൊരു എന്താ പറയാ ലീഡ് റോളിലൊക്കെ തുടങ്ങാന്ന് പെട്ടെന്ന് ആലോചന വന്നപ്പോ? ഇവര് നേരത്തെ അറിഞ്ഞിട്ടെങ്കിലും ഉണ്ടാവില്ലേ. എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു എങ്ങനെയാ കോള് വരുന്നേ? കോള് വന്ന് ഫസ്റ്റ് രതീഷേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു നായിക ആണെന്നുള്ള രീതിയിലല്ല പറഞ്ഞ ഒരു സിനിമ ഉണ്ട് ഇന്ന മാസം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഫ്രീ ആയിട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഞാൻ ശരി, കാരണം രതീഷേട്ടൻ്റെ അടുത്ത മൂവിയിലേക്കും ഉണ്ട് ക്യാരക്ടർ ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ സന്തോഷമായി. പിന്നെ അടുത്ത 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു നായികയാണ്. അങ്ങനെ വിളിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പറയേണ്ടി വരും. കിളിപോയി കിട്ടുണ്ണിയേട്ടനായി അടിച്ചു പോനെ. അങ്ങനെ സത്യമായിട്ടും അങ്ങനെ തന്നെ എന്റെ അവസ്ഥ ഉണ്ടായതാ. അത് ഈ ക്യാരക്ടേഴ്സ് കൂടെ ഈ ക്യാരക്ടർ അതില് എന്നിട്ട് ടൈറ്റിലൊന്നും അല്ല പറഞ്ഞ ഇത് ഈ ഒരു സിനിമയില് നായിക അല്ല സുമല ഈ സിനിമ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. ഇല്ല, ആ സിനിമയില് നായികയാന്നാ പറഞ്ഞ എന്നോട്. അപ്പൊ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷവും അതിനേക്കാളും ടെൻഷൻ. ഇത് ഞാൻ ചോദിച്ചത് എന്നെ വിളിച്ച് നമ്പർ മാറിയിട്ടൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. സുമലതയായിട്ട് അല്ല രാജേഷേട്ടൻ അറിയായിരുന്നില്ലേ ഫിക്സ് ചെയ്യുന്ന സുമലത? അല്ല, ചിലവര് പറ്റിക്കാനെല്ലാം വിളിച്ച് പറയൂലേ. അപ്പം പിന്നെ ഈ ഇങ്ങനെ ഇതിനോട് ആഗ്രഹം കൊണ്ട് നടക്കുന്ന അറിയുന്നതുകൊണ്ട് അപ്പൊ ഞാൻ ആരെങ്കിലും പറ്റിക്കാൻ വിളിക്കുന്നത് രതീഷേട്ടനല്ല വിളിച്ചേ, പ്രൊഡക്ഷൻ അവരാ വിളിച്ചത്. അവരുടെ നമ്പർ എൻ്റെ ഇല്ല, ആദ്യമായിട്ട് വരുന്ന കോളല്ലേ. ഞാൻ വിചാരിച്ചു ആരെങ്കിലും പറ്റിക്കുന്നതാണോ എന്നുള്ള രീതിയിൽ. ഇതുപോലെ രതീഷേട്ടൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പറയുമ്പോ അതായിരിക്കും അറിയില്ലല്ലോ. അപ്പോഴാണ് എന്റെ കിളി പോയത്. ലീഡ് റോള് വരുമ്പോ രാജേഷേട്ടൻ ഇതല്ലേ അല്ലേ ഫസ്റ്റ് ലീഡ് റോള്? ഇനി നമുക്ക് നോക്കാം. ഇപ്പൊ എന്തായാലും ഇതാണല്ലോ തുടക്കത്തിൽ റിലീസ് ആവാൻ പോണേ. അപ്പൊ
ഇത്രയും ഡ്യൂട്ടീസാണ് പെണ്ണും പൊറാട്ടിൻ്റെയും പ്ലാനിങ് അന്നേരം നടക്കുന്നുണ്ടായി, ഒരുപാട് വേറെ പടങ്ങൾ ചെയ്യുന്നുണ്ടായി, ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പം ലീഡ് റോള് ചെയ്യാനുള്ളൊരു സമയവും എല്ലാം മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് ഇപ്രാവശ്യം എങ്ങനെയായിരുന്നു? അത് പിന്നെ നമ്മൾ സാധാരണ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം മുതലേ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് സമയം മാറ്റി വെക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നത്. അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുവരെ. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് മാത്രമാണ് ഈ തിരക്കൊക്കെ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റേ എന്താ രതീഷേട്ടൻ വിളിക്കുകയാണ്, ഇന്ന സമയത്ത് കുറച്ച് സമയം വേണോടാ എന്ന് പറയും. അപ്പോൾ ആ സമയം ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ചെയ്യുന്നത്, സ്ഥിരം ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്താൽ. ഇത് പക്ഷെ കുറച്ച് കൂടുതൽ സമയം എടുത്തു, നമ്മൾ ഷൂട്ടൊക്കെ കുറച്ച് കൂടുതൽ സമയം എടുത്തു. വലുതായി സിനിമ, ചെറിയ സിനിമ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയത്തേക്ക് ഞാൻ നീക്കി വെക്കാനുണ്ടായിരുന്നു. എനിക്ക് പിന്നണിയിലൊന്നും വർക്ക് ഉണ്ടായിരുന്നില്ല. ഇതിൽ കാസ്റ്റിംഗ് ഇല്ല, ഇതിൽ വന്ന് നിന്നാ മതി, ഇത് ചെയ്തിട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ഇതിൽ ടൈം ട്രാവലിംഗ് 1960, 90, 2023 എന്ന് കാണിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇപ്പൊ ഡീകോഡ് ചെയ്യാൻ തുടങ്ങി. ടൈം ട്രാവൽ ആണോ, എങ്ങനെയാണ് ഇതിന്റെ ഒരു ജോണർ? അതെ, അങ്ങനെ ഡീകോഡ് ചെയ്യുന്നത് ചെയ്തോണ്ടിരിക്കട്ടെ എന്ന് ഇത് ആക്ച്വലി ഇത് പിന്നെ അങ്ങനെ അത്ര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പരിപാടിയല്ല, ഒറ്റ കഥയാണ്. ഇത് നമ്മൾ പിന്നെ കാലഘട്ടം മുറിച്ച് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചില സാധനങ്ങൾ ഇപ്പോൾ 60s നടക്കുക ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും നടക്കുക, അല്ലെങ്കിൽ 90s നടക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും നടക്കുക എന്നുള്ള ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി വരുന്നുണ്ട്. പിന്നെ ഒറ്റ കഥ തന്നെയാണ്. എങ്ങനെയായിരുന്നു ഇതിൽ ഈ പല കാലഘട്ടങ്ങൾ ചെയ്യാന്നുള്ളത്? ഒന്നാമത് നായികയായിട്ട് വന്നു, ആ ഒറ്റ സിനിമയിൽ തന്നെ എല്ലാ കുറെ അപ്പിയറൻസിൽ വരാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യല്ലേ. ടിക്ടോക്ക് ചെയ്യുന്ന സുമല ടീച്ചർ പഴയ കാലത്ത് എന്താ ചെയ്യുന്നത്? കുറെ എന്താ പറയണ്ടേ, ഓരോ കാലഘട്ടത്തിലെ ഓരോ കോസ്റ്റ്യൂം അപ്പിയറൻസും അതെല്ലാം കിട്ടി. ഈ ഒറ്റ സിനിമയിൽ തന്നെ അതെല്ലാം കിട്ടി. നമ്മളായിട്ട് അധികം പ്രിപ്പയർ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെയല്ല, പിന്നെ ആ ഒരു ഇപ്പൊ 60s എന്നെല്ലാം പറയുമ്പോൾ കുറച്ച് ഓവർ അങ്ങനെ ആ ഒരു പരിപാടിയല്ല. കോസ്റ്റ്യൂമിൽ അതുണ്ട്. പിന്നെ പക്ഷെ നമ്മള് അതെ പെർഫോമൻസിലൊന്നും അങ്ങനെ ഡയലോഗ് ഒക്കെ നോർമൽ മലയാളം അല്ല. പക്ഷെ ഭാഷ, നിങ്ങളുടെ ഭാഷ ആ കാലത്ത് മാറുക അങ്ങനെ എന്തുണ്ട്? കാസർഗോഡ് ഭാഷയുടെ മാറ്റം നമ്മൾ ആ സിറ്റുവേഷൻ, ആ പ്രിമൈസസും മൊത്തമായിട്ട് മാറും. എല്ലാം പിന്നെ ഗ്രേ സ്കെയിലാവും. മറ്റേ 60s ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ ഇത് 90s ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഗെറ്റപ്പ് മൊത്തം മാറും. അങ്ങനെ ഞങ്ങൾക്ക് ആ ആംബിയൻസും എല്ലാ കാര്യങ്ങളും ഒക്കെ മാറുന്നുണ്ട്. പക്ഷെ സുരേഷനും സുമലത തന്നെ. അതിപ്പോ ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അതെ, സ്ലോ ആൻഡ് സ്റ്റഡി അതന്നെയാണ്. അത് അന്നും ഇന്നും എന്നും. രാജേഷ് ഏട്ടൻ പണ്ട് എനിക്കൊന്ന് മല്ലേച്ചി വീട്ടിൽ ഇന്റർവ്യൂലോ അതോ ജിഞ്ചറിലോ ഏതിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നല്ല ആലോചിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറയുക എന്നുള്ളത്. അപ്പം ഇതിൽ സേവ് ദ ഡേറ്റ് വീഡിയോ വന്നപ്പോൾ അത് ആൾക്കാർ മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യും, ശരിക്കും കല്യാണം കഴിക്കാൻ പോവാന്ന് വിചാരിക്കും ഒക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നല്ല രീതിയിൽ ആലോചിച്ചിരുന്നു. എനിക്ക് അങ്ങനെ ബാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ കെട്ടണം കെട്ടാം എന്നൊക്കെയുള്ള അല്ല, അങ്ങനെയല്ല. എനിക്ക് പിന്നെ ആലോചന എന്ന് പറയുന്നത് ഇതിപ്പോ എന്തായാലും ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളൊരു പിന്നെ എന്താ സേവ് ദ ഡേറ്റ് വീഡിയോ ഇറക്കുന്നത് ഈ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അത് ആൾക്കാർ എങ്ങനെ എടുക്കും എന്നൊക്കെയുള്ളത്. എന്തായാലും കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ ഇത്രയും വൈറലായി പോകുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കുമായിരിക്കും, എന്താ പിന്നെ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ള ചോദിക്കുമായിരിക്കും. അങ്ങനെ കുറെ ആൾക്കാർ ചോദിച്ചു. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതെ, അങ്ങനെ ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ഇങ്ങനെ എനിക്ക് ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ വീട്ടിൽ അച്ഛനോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെയാണ് സീനായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെങ്ങന്മാർക്കൊക്കെ അറിയായിരുന്നു, അച്ഛനൊന്നും അറിയില്ലായിരുന്നു. അച്ഛൻ മറ്റേ ടൗണിലൊക്കെ പോയിട്ട് നന്നായിട്ട് നിങ്ങളെ മൂലം മംഗലം പോലും എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ മംഗലം ഞാനറിയാതെ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമൊക്കെ 2 മസിൽ പിടിച്ച് നിന്നു. പിന്നെ 2-3 ആൾക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനെ ടെൻഷനായി. ഞാനറിയാതെ അച്ഛൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട് രസകരമായിട്ട്. ചിത്ര ചേച്ചിക്കോ? എന്നോട് പിന്നെ വീട്ടില് അറിയായിരുന്നു, പറഞ്ഞിട്ട് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഷൂട്ടിൽ നടക്കുന്ന കാര്യം പറഞ്ഞു.
പിന്നെ രാജേഷ് ഏട്ടൻ്റെ എൻ്റെ കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള 2-3 ആള് എന്നെ വിളിച്ചിട്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് ഇവളോട് ചോദിച്ചു, എന്നാലും അയാൾ എന്നോട് പറഞ്ഞില്ല കേട്ടോ. അതുപോലെ രാജേഷ് തിരക്കിലുണ്ടാവുമ്പോ ഫോൺ എടുക്കാത്ത അങ്ങനെ എന്നോട് പറഞ്ഞു ഇന്നലെയും കൂടി കണ്ടിട്ട് എന്നോട് പറഞ്ഞിട്ടാ എന്ന് പറഞ്ഞു. ക്ലിയർ ചെയ്യാൻ കുറച്ച് സമയം എടുത്തല്ലേ? അത് സമയമെടുത്തു. അത് ഇപ്പോഴും അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഇപ്പൊ കടയിലോ അങ്ങനെല്ലാം പർച്ചേസിങ്ങിനെല്ലാം കയറുന്ന സമയത്തേക്കും ഹസ്ബൻഡിന്റെ സിനിമ കംപ്ലീറ്റ് ആയോ, ഡയറക്ഷൻ ചെയ്യുന്ന അങ്ങനെയല്ല ഉണ്ടാവുമായിരിക്കും അല്ലേ, ഹസ്ബൻഡ് ചെയ്യുന്നല്ലോ അപ്പൊ അതിൽ ഉണ്ടാവുമായിരിക്കും അല്ലേ നല്ല രീതിയിലെല്ലാം ചുരുക്കി. അതെന്തായാലും ഇതിന് ഗുണം ചെയ്തു, കാരണം നമുക്കൊരു കപ്പിളായിട്ട് അങ്ങോട്ട് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള. പക്ഷെ തുടക്കത്തില്ലേ സുരേഷിനും സുമലതയും ആദ്യം വരുമ്പോൾ കാരിക്കേച്ചർ സ്വഭാവം ഉള്ളത് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് കാണുന്നുണ്ടായിരുന്നത്. അന്ന് തൊട്ട് ആ ബോണ്ട് ഒന്നിച്ചാ നമുക്ക് ആ ഒരു പാക്കേജ് ആയിട്ടാണ് ഇത് വർക്ക് ആവുന്നത്. ആ പടത്തില് കോടതി സീനൊക്കെ ആണെങ്കിലും നിങ്ങൾ എങ്ങനെയാ ബോണ്ട് ക്രിയേറ്റ് ചെയ്യണേ? ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. പിന്നെ ഞാൻ ഈ കാസ്റ്റിങ്ങിന്റെ സമയം മുതൽ ചിത്രേനെ കാണുന്നുണ്ട്, അറിയാം. പിന്നെ അങ്ങനെ നാട്ടിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ സംസാരിക്കുന്ന പോലെ ഇരുന്ന് കുത്തിയിരുന്ന് സംസാരിക്കുക എത്ര നേരം വേണമെങ്കിലും. അങ്ങനെ ഒരു കംഫർട്ട് ഉണ്ട് നമുക്ക്. കെമിസ്ട്രി അങ്ങനെ വർക്കാക്കാനൊന്നും വേണ്ടി കഷ്ടപ്പെടേണ്ടൊന്നും വന്നില്ല. സിമ്പിൾ ആൾക്കാരാണ് ഞങ്ങൾക്ക്. അങ്ങനെ നാട്ടിലെ ഭാഷ സംസാരിക്കുമ്പോ തന്നെ ഒരു കെമിസ്ട്രി ഉണ്ടാവും. നല്ല ഫ്രണ്ട്സാണ്. അതുകൊണ്ട് ചേച്ചിക്ക് ആ കോടതി സീനൊക്കെ ഇല്ലേ, മറ്റേ സ്പീഡിൽ പറയുന്ന സുരേഷ് ഏട്ടൻ ഭയങ്കര കയറിഞ്ഞാന്ന്, ആദ്യം ഏതാ ഷൂട്ട് ചെയ്ത്? ആദ്യം ആ സിനിമയിൽ ആദ്യം ഷൂട്ട് ചെയ്ത് ആ ഒരു റീല് ചെയ്ത് ചാക്കോച്ചനെ ഓട്ടോ ഓടിക്കുന്ന സീനില്ലേ, അതാ എന്റെ ആദ്യത്തെ സീൻ അതിലുണ്ടായത്. അതിനുശേഷം ഈ കോടതി സീനാണ് ഉണ്ടായത്. എങ്ങനെയായിരുന്നു കോടതി സീനിന്റെ ഒരു എക്സ്പീരിയൻസ്? കോടതി സീനില് പുറത്ത് ശരിക്കും ആദ്യത്തെ സീനിൽ തന്നെ മറ്റേ മരണത്തെ മുഖാമുഖം കണ്ടു. ഞാനാണല്ലോ ഓട്ടോ ഓടിക്കുന്നത്. അതിനു വേണ്ടിയാണോ പഠിച്ചത്? അതെ അതെ. അത് ഞാൻ ഓടിച്ചതിന് ശേഷം ഞാൻ അറിഞ്ഞത്. അറിയില്ല എന്നുള്ള കാര്യം. ചാക്കോച്ചൻ അതിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ചാക്കോച്ചൻ, ഞാൻ മറ്റേ നീപ്പാടൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഓട്ടോ ഓടിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സേഫ്റ്റി ഒക്കെ ഉണ്ട്. ചാക്കോച്ചൻ ഇതെന്താണ് എന്നെ കൊല്ലാൻ വേണ്ടിട്ട് ഇയാൾക്ക് സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ വെച്ച് കൊടുക്കണം. അതുപോലെ രാജേട്ടൻ കോണിന്ന് വീഴുന്ന, സ്റ്റേഴ്സ് നിന്ന് വീഴുന്ന ഒരു സീന് കാണുമ്പോൾ നമ്മളിങ്ങനെ അയ്യോ ഇങ്ങനെ ശരിക്കും എന്തെങ്കിലും പറ്റിയോന്നുള്ള അത് എനിക്കപ്പോൾ കുറച്ച് പിന്നെ BP ലോ ഒക്കെ ആയിട്ട് കുറച്ച് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അന്നത്തെ സീരിയസ്നെസ്സും അന്നത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അത് പക്ഷെ അത് ഭയങ്കര ചെരിഞ്ഞ് ഉരുണ്ട് വീഴുകയെന്നാണല്ലോ സ്ഥിരം സംഭവിക്കുക. അങ്ങനെ ഉരുണ്ട് വീഴുന്നതായിരുന്നു. മറ്റേ ഫൈറ്റ് മാസ്റ്ററൊക്കെ വന്നിട്ട് ഉരുണ്ട് വീഴുന്നത് കാണിച്ചു തന്നു. അത് കണ്ടപ്പോഴാണ് രതീഷേട്ടൻ പറഞ്ഞ അല്ല ഉരുണ്ട് വീഴണ്ട, നേരെ തിരിച്ചിങ്ങനെ വീഴണം എന്നുണ്ട്. പക്ഷെ എളുപ്പമായിരുന്നു അത്. മാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ തല, പുള്ളിയുടെ കയ്യിലൊരു റോപ്പുണ്ട്, ആ കയ്യിൽ ആണ് അതിന്റെ മൊത്തം കാര്യം ഇരിക്കുന്നത്. പുള്ളിനെ വിശ്വസിക്കണം. പുള്ളിനെ പിന്നെ എനിക്കൊന്നും അറിഞ്ഞില്ല. ഞാനിങ്ങനെ മുകളിൽ ഇരിക്കുക, താഴേക്ക് എത്തും തന്നെ ഒറ്റക്കങ്ങ് പോവല്ലേ. ഇതിന്റെ സമയത്ത് രതീഷേട്ടൻ മറ്റേ പുള്ളിയോട് കാണിക്കുന്ന ആ കത്ത് വാങ്ങുന്നതിന്റെ മുന്നുള്ള എക്സ്പ്രഷൻസ് കാണിക്കുന്നത് വൈറലായിരുന്നു. ആ ഒരു റീൽ എന്ന് പറയുന്നത്. ഇതേപോലെ തുടക്കം തൊട്ട് ഈ പടത്തിലായാലും മറ്റേതിൽ എപ്പോഴും ഇങ്ങനെ കാണിച്ചു തന്നു തന്നെയാണോ അഭിനയിക്കാറില്ല? ഏകദേശം എല്ലാ സീനും അങ്ങനെയല്ല. ഇവർക്ക് മറ്റേ ഇങ്ങനത്തെയൊക്കെ അത് രജിസ്റ്ററിന് ചില സമയത്ത് കണ്ണിന്റെ മൂവ്മെന്റ് അങ്ങനെ തന്നെ വേണം എന്നൊക്കെയുള്ള സമയമൊക്കെ ഉണ്ടാവും. ആ സമയത്ത് രജിസ്റ്ററിന് അത് പറഞ്ഞിരുന്നല്ല, ചെയ്ത് കാണിച്ചിട്ട് വരും. അതെ, ചെയ്ത് കാണിച്ചു. അതാണ് ആ ഒരു ഇതില് വൈറലായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നത്. രതീഷേട്ടൻ്റെ ആദ്യത്തെ ആൻഡ്രോയിഡിലെ വിനു ആണെങ്കിലും കനകത്തിലെ മനാഫ് ഖാൻ, അത് കരിയറിൽ തന്നെ രാജേഷേട്ടൻ്റെ ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മളൊക്കെ ആദ്യം ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്താന്ന് തോന്നുന്നുണ്ടല്ലേ. പിന്നെയല്ലേ മാറാലൊക്കെ വരുന്നത്. രതീഷേട്ടൻ്റെ ഒരു ട്രാവൽ നോക്കുമ്പോൾ മദറോത്സവത്തിലെ നമ്പൂതിരി, ശങ്കര നമ്പൂതിരി വരെയൊക്കെ നിൽക്കുമ്പോൾ, ഈ ക്യാരക്ടറൊക്കെ നിൽക്കുമ്പോൾ ഈ ഒരു ബോണ്ട് ഉണ്ടല്ലോ. ഇപ്പം കോമഡി ചെയ്യുക, പുള്ളി എഴുതി വെക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ഡെലിവർ ചെയ്യുന്നതും, ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാ വെക്കാൻ? അതൊരു സ്പേസ് അങ്ങോട്ട് വിട്ടു തരുന്നുണ്ടോ? കുറെ കാലമായിട്ട് പുള്ളി എന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ എനിക്ക് എന്തെങ്കിലും പിന്നെ കണ്ടിട്ട് ബോറടിക്കാതിരിക്കാൻ എന്തെങ്കിലും വ്യത്യസ്തതയൊക്കെ വേണ്ടേ എന്നുള്ള രീതിയിൽ പുള്ളി പണിയെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഇതിന്റെ ഒരു രഹസ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കംഫർട്ടബിളാണ്. രതീഷേട്ടൻ എന്നെ വർക്ക് ചെയ്യാനും കംഫർട്ടബിൾ ആയിരിക്കും. അതേപോലെ എനിക്ക് രതീഷേട്ടനോട് ഭയങ്കര കംഫർട്ടബിളാണ്. ഞാൻ എൻ്റെ ഈ അറ്റം പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളിയാണ്. ഇങ്ങനെ നമ്മൾക്ക്
എനിക്കറിയില്ല, നമുക്കറിയില്ല നമ്മുടെ പരിമിതികളും ഇതൊക്കെ. അപ്പോൾ പുള്ളി അത് മറ്റേ ധൈര്യപൂർവ്വം കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് പുഷ് ചെയ്യും. അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഇതുവരെയും നടന്നിട്ടുണ്ട്. പുള്ളിയുടെ ഒരു പൊളിറ്റിക്സ് എല്ലാ പടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നല്ലത് ഭയങ്കര എവിഡന്റ് ആയി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ കനകത്തിലും എല്ലാത്തിലും പുള്ളി ചെയ്ത, ഇപ്പം പുള്ളി സ്ക്രിപ്റ്റ് ചെയ്ത് സുധീഷ് ചേട്ടൻ ചെയ്തതാണെങ്കിൽ കൂടി മന്ത്രോത്സവത്തിലും ഭയങ്കര എവിഡന്റ് ആയ പൊളിറ്റിക്സ് പോകുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ടാവോ? രതീഷ് ചേട്ടൻ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു സാമൂഹ്യ ഘടനയിലും അതിന്റെ ഒരു സെറ്റപ്പിലും കുറച്ച് സർക്കാസം ഉണ്ടാവും. അതുണ്ട്, ഈ സിനിമയിലുണ്ട്. കുറച്ച് സംസാരിക്കേണ്ട, നമുക്ക് കുറച്ച് കൊള്ളാവുന്ന വിഷയങ്ങളൊക്കെ ഇതിലും സംസാരിക്കുന്നുണ്ട്. പിന്നെ അതങ്ങനെ ഇങ്ങനെ പൊളിറ്റിക്കൽ ആവണം എന്ന് തന്നെ വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതാണെന്ന് തോന്നിയിട്ടില്ല. എന്നുവെച്ചാൽ അത് അതിന്റെ ഫ്ലോയുടെ കൂടെ വരുന്നതാണ്. രതീഷ് ചേട്ടൻ അങ്ങനെയാണ്, രതീഷ് ചേട്ടൻ അത് വരും എന്തായാലും. പക്ഷെ കമ്പാരിറ്റീവ്ലി അങ്ങനെ അറിയില്ല എത്രത്തോളം ആയിരിക്കും ഇത് സംസാരിക്കപ്പെടുക എന്നുള്ള അറിയില്ല. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ വായിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു പുള്ളിയുടെ ഒരു പൊളിറ്റിക്സ് എന്നുള്ളതിന്? ഇല്ല, ഞാൻ പക്ഷെ സത്യം പറഞ്ഞ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല. ഇല്ല, സ്ക്രിപ്റ്റ് കൊടുക്കാറില്ല, തിന്ന് കളയും എന്നുള്ള പേടിച്ചിട്ട്. വെറുതെ പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആക്ടേഴ്സിന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഫുൾ സ്ക്രിപ്റ്റും അറിഞ്ഞിട്ടായിരിക്കില്ല അവർ വർക്ക് ചെയ്യുന്നത്. ചിത്രകഥയൊക്കെ അറിയാം, ഇതെങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ അറിയാം, പക്ഷെ ഫുൾ റിട്ടൺ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാവില്ല. 14 വയസ്സുള്ള ഒരു മകന്റെ അമ്മ നായികയായി വരിക എന്നുള്ളത് ഇപ്പൊ അത് എക്സാജറേറ്റ് ചെയ്യൊന്നുമല്ല. അത് ഇന്നത്തെ കാലത്തും അത് അത്രയൊന്നും കോമൺ ആയി സംഭവിക്കാത്തൊരു കാര്യമല്ലേ. അതും ചെറിയ പ്രായം തൊട്ട് സിനിമയിലുള്ളവർക്ക് പോലും ഇപ്പൊ അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ പെട്ടെന്ന് സിനിമയിൽ വന്ന് ഒരു 3 സിനിമ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് അത് വലിയൊരു കാര്യമാണ്. അത് ഇങ്ങനെ ഒരു സ്പിൻ ഓഫിനും വരുന്നത്. ചേച്ചി എങ്ങനെയാ കാസർഗോഡ് നിന്ന് ഇതേ സിനിമ വരെയുള്ള ഇപ്പൊ ഉള്ളൊരു 4 സിനിമ യാത്ര കാണുന്ന ഒരു നായിക വരെയുള്ള? ഞാൻ ഈ പറഞ്ഞ ഒരുപാട് കഷ്ടപ്പെട്ടു ഒന്നും പറയാനില്ല, പക്ഷെ കഷ്ടപ്പെട്ടതിലൊരു കുറച്ച് ഈ സിനിമക്ക് വേണ്ടി ഇല്ല പാച്ചലിൽ കുറച്ച് കഷ്ടപ്പെട്ടതിന് ഇത്ര പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, ഇത്ര ഭാഗ്യം ഇത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഇത് ഇപ്പൊ ഈ ഇന്റർവ്യൂവിന് പോലും വന്നിരിക്കുന്നതിലൊരു ഭാഗ്യമായിട്ട് തന്നെയാ കാണുന്നത്. എന്ത് പറയണ്ടേ കൂടുതല് ഇപ്പൊ എന്താ ഒരു മാറ്റമൊന്നുമില്ല, ഇങ്ങനെ വരുന്നു പോകുന്നു പോകുന്നു, അത്രേ ഉള്ളൂ. മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷെ ഈ ഏതൊരു സിനിമ ആഗ്രഹിക്കുന്നവർക്കുണ്ടാവും രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സിനിമയിൽ ഒരു പാർട്ടാണെന്നുള്ളത്. അല്ല, പാർട്ട് മാത്രമല്ല, അത്ര തൊട്ട് അതെല്ലാം ഭാഗ്യമായിട്ട് തന്നെയാന്ന് കാണുന്നത്. ഇത് പറയണ്ടേ, ആദ്യമായി സംവിധാനം ചെയ്യുന്ന പെണ്ണും പൊറാട്ടും ഷൂട്ടും പാലക്കാട് നടക്കുന്നുണ്ട്. എന്താണ് പാലക്കാട്? ചൂടാണ്. അതല്ല, കാസർഗോഡ് എന്തുകൊണ്ട് പാലക്കാട്? നമ്മൾ ഒരുപാട് സിനിമകള് പിന്നെ ഇപ്പൊ കാസർഗോഡും പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പം എന്നെ മറ്റേ കാസർഗോഡ് ഗ്യാങ്ങിൽ ഒരാളായിട്ട് അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അങ്ങനെ ആക്ച്വലി അത് പിന്നെ സംഭവിച്ചതാണ്. നമ്മൾ സിനിമ ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെയും പരിസരത്തൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നു, കൊച്ചി പരിസരത്തൊക്കെ. പോത്തണ്ണന്റെ സിനിമ ചെയ്യുമ്പോൾ മറ്റേ തൊണ്ടിമുതലിന് വേണ്ടിയിട്ട് കാസർഗോഡ്, അവിടെ ആദ്യത്തെ പടം അതാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ തിങ്കളാഴ്ച നിശ്ചയം, എന്നത്താൻ കേസുകോട്, മദനോത്സവം, ഇപ്പൊ സുരേഷും സുമലതയും, ഇത്രയും സിനിമകളായി. വൈറ്റ് ഓൾട്ടോ കാഞ്ഞങ്ങാടാണ് ഷൂട്ട് ചെയ്തതെങ്കിലും കാഞ്ഞങ്ങാട് പടമല്ല. അപ്പോൾ ഇത്തരം സിനിമകൾ എന്നെ മെയിനായിട്ട് ആൾക്കാർക്ക് ഒന്ന് അറിയുന്നതും ഇതിലൊക്കെ ആയിരിക്കാം. അപ്പം ഇതൊക്കെ കാസർഗോഡൻ സിനിമകളാണ്. പിന്നെ എനിക്കൊരു കാസർഗോഡൻ സിനിമ, ശരിക്കും ഒരു കാസർഗോഡൻ സിനിമ ചെയ്യാനുണ്ട്. അത് കുറച്ചും കൂടി വലിയൊരു സിനിമയാണ്. അപ്പം ആദ്യത്തെ സിനിമ ഇതൊരു കാസർഗോഡൻ പശ്ചാത്തലത്തിൽ ആലോചിച്ച് എഴുതിയ സിനിമയാണ്. പക്ഷേ മനഃപൂർവ്വം തന്നെ കാസർഗോഡ് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട്, ഇതങ്ങനെ കാസർഗോഡിന് ആവശ്യമുള്ള സിനിമയൊന്നുമല്ല, കാസർഗോഡ് വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് പാലക്കാടേക്ക് മാറ്റിയതാണ്. പാലക്കാടൻ സ്ലാങ് വരുന്നുണ്ടോ? പാലക്കാടൻ സ്ലാങ് ഉപയോഗിക്കുന്നുണ്ട്. കണ്ണൂർ കാസർഗോഡ് സിനിമകൾ, അവിടെ നിന്നുള്ള സിനിമകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള, പ്രത്യേകിച്ച് നിങ്ങളൊക്കെ പാർട്ടായിട്ടുള്ള സിനിമകൾ ഇപ്പം തെക്ക് നിന്നുള്ളവരായാലും അല്ലെങ്കിൽ മൊത്തം ഇതും നമ്മളെ സിനിമയാണ്, ഇതും നമ്മുടെ ആൾക്കാരാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിച്ചിട്ടുണ്ട്. മുമ്പ് വെച്ച് നോക്കും, മുമ്പ് ഇത് വേറെ ഏതോ ഏലിയൻസ് ആണെന്നൊക്കെ ഉള്ള രീതിയിൽ. ഇപ്പോൾ നമ്മളെ കോഴിക്കോട്
എത്രയോ ചിത്രീകരിച്ച പഴയ 80s 90s ഉണ്ട്, പക്ഷെ അവിടെയും ന്യൂട്രൽ സ്ലാങ്ങോ അല്ലെ വള്ളുവനാടൻ സ്ലാങ്ങോ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതിനെ കുറച്ചുകൂടെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടൊരു ആ നാട്ടുകാരെന്നുള്ള നാട് നിന്ന് ഇമോഷൻ കൊണ്ടു നടക്കുന്ന ഒരാളും കൂടിയാണ്. എന്താ രാജേഷേട്ടന് തോന്നാറ്? അതൊരു എഫേർട്ടിന്റെ തന്നെ ഫലമാണെന്ന് തോന്നുന്നുണ്ടോ? കുറച്ചും കൂടി ആൾക്കാർ ഇപ്പം പിന്നെ ഇത് ദൂരെ എവിടെയോ എലിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്ന പോലെയായിരുന്നു മുമ്പ് ആൾക്കാരുണ്ടായിരുന്നത്. ഇപ്പം ആൾക്കാർക്ക് പരിചയപ്പെടാനുള്ള മറ്റേ കുറച്ച് ലോക്കലായതിന് ശേഷം ഒന്ന് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാം. ഈ കാസർഗോഡുകാരെ എല്ലാവർക്കും അറിയാം. നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ഡെയിലി റീൽസും പരിപാടികളൊക്കെ ആയിട്ട് ഈ ഭാഷയും പരിപാടികളും ഭയങ്കര പരിചയമായി. അത് അടുത്തറിയുമ്പോൾ അത് അത്ര ഏലിയൻ അല്ല, സ്വന്തം ആൾക്കാർ തന്നെയാണെന്ന് തോന്നും. അത് മലബാറുകാർ ആതിഥേയരുമാണ്, മറ്റേ ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരൊക്കെയാണ് ബേസിക്കലി. അത് ആ നാട്ടിൽ പോയവർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ആ നാട്ടിൽ പോയി ഒന്ന് വന്നിട്ടുള്ളവർക്കൊക്കെ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു മേക്കിങ്ങിലെ അല്ലെങ്കിൽ മാറി ചിന്തിക്കാൻ തുടങ്ങിയ കഥകൾ നല്ല രസമായിട്ട് വരുന്നതിന്റെ സംഭവം. ഇപ്പൊ ഇത് കാസർഗോഡിനെ അംഗീകരിച്ച് കളയാം എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ഇത് സിനിമ നല്ല സിനിമകൾ ഈ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഏരിയകളെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതിൽ പിന്നെ ആ ഏരിയനെ നമ്മൾ അപ്പോഴാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു ഇഷ്ടമാണ് ഇപ്പോൾ ഉള്ളത്, ഇങ്ങനെ ആക്സെപ്റ്റൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. നല്ല സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യും. ഇത് കുറച്ച് ഇതേപോലെ കുറച്ച് മോശം സിനിമകളാണ് അവിടുന്ന് വന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഏലിയനായിട്ട് തന്നെ കിടന്നു. അതേപോലെ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ ഇപ്പൊ 3 വടകര സ്ലാങ് ഏകദേശം ആ സ്ലാങ് അല്ലേ വയസ്സെത്രയായില് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്വീൻ എലിസബത്തിലാണ് ഒന്ന് ന്യൂട്രൽ സ്ലാങ് ഒക്കെ, മീര ജാസ്മിന്റെ കൂടെയുള്ള കോമ്പിനേഷൻ അതെങ്ങനെയുണ്ടായിരുന്നു? കാരണം നമ്മളൊക്കെ കണ്ടുവന്ന ഒരു ആക്ട്രസിന്റെ കൂടെ ഇങ്ങനെ അത് അവനവന് സ്കോർ ചെയ്യാനുള്ളൊരു സാധനമുണ്ട്. ഞാന് നേരത്തെ പറഞ്ഞ പോലെ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്ന പോലെ ചേച്ചിന്റെ കൂടെ ഇരുന്ന് പേടിച്ചു. ഒന്നാമത് എൻ്റെ കയ്യില് എനിക്ക് ഒതുങ്ങുന്ന ഒരു സ്ലാങ് അല്ല. ഞാൻ വിചാരിച്ചു കയ്യിൽ നിന്ന് പോകുന്നു വിചാരിച്ചു. പക്ഷെ അതും കുറച്ചേ ഇല്ലെങ്കിലും അത് ഓക്കെ ആയി. ഓർഡർ ചെയ്തു. സിനിമകളിൽ ഇപ്പം സുരാജേട്ടന് 2 ആൻഡ്രോയിഡിലും പിന്നെ മദനോത്സവത്തിലും ഭാഷ കൈകാര്യം ചെയ്തു. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇത്തിരി കുളുത്ത് പിടിച്ചിട്ട് പോവാന്ന് ആൾക്കാർ പറയുന്നുണ്ട് എന്നൊക്കെ മുമ്പ് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ നാട്ടുകാരനാക്കി ഇപ്പം ചാക്കോച്ചനെ ആണെങ്കിലും ഇവര് കുറെ പേരെ ഈ ഭാഷ പഠിപ്പിക്കും. തൊണ്ടിമുതലിന്റെ സമയത്ത് ഇവരങ്ങോട്ട് കൊണ്ടുപോകും. അവിടുത്തുകാരാ നമുക്ക് പ്രേക്ഷകന് തോന്നിക്കുന്ന രീതിയിൽ ഇപ്പൊ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിലാണ്, ബാക്കിയെല്ലാം പ്രൊഡക്ഷൻ നോക്കുന്ന രീതിയിലും ആ ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് എന്താ നാട്ടുകാരൻ എന്നുള്ള എനിക്ക് ഞാൻ ആക്ച്വലി ഭാഷയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടുകാർ വരുമ്പോൾ ആ നാട്ടിലെ ആൾക്കാരോട് അവർക്ക് മനസ്സിലാവുന്ന അവരുടെ സ്വന്തം സ്ലാങ്ങിൽ തന്നെ ഫീഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ സുരാജേട്ടനൊക്കെ അത് സ്വന്തം പഠിച്ചെടുക്കുന്നതാണ്. സുരാജേട്ടന് വേറെ അങ്ങനെ അതെ. പിന്നെ എന്താ ചാക്കോച്ചന് നമ്മളെല്ലാവരും പിന്നെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു സ്ലാങ്ങിൻ്റെ ഒക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരുമ്പോൾ രതീഷേട്ടനും സുധീഷേട്ടനും ഞാനും എല്ലാവരും ഉണ്ടാവും. നാട്ടുകാരുടെ കേസിൽ ഇവരോട് ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഭാഷയിൽ ഫീഡ് ചെയ്യാതിരുന്നാൽ മതി. അത്രേ ഉള്ളൂ അതിൻ്റെ ടെക്നിക്ക്. നാട്ടുകാർ കുറേ ആൾക്കാരെ നമുക്കറിയാം, ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളത് അറിയാം. അവരൊക്കെ സിനിമയിലേക്ക് വരുന്നതിൻ്റെ ഒരു ഭാഗമായി നിൽക്കാൻ പറ്റിയെന്ന് പറയുന്നതിൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. രാജേഷേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നാട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, എൻ്റെ വീടും അതുപോലെ എൻ്റെ നാടും എന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് ടച്ച് ചെയ്യുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവില്ല. എനിക്ക് അതുപോലെ തോന്നിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് രാജേഷേട്ടൻ അത് പറഞ്ഞത്. അത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല, നാട് എന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്. അതൊരു ഭയങ്കര യാഥാർത്ഥ്യമാണ്. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ നാട്ടുകാർക്ക് വീട്ടുകാർക്കോ നമ്മുടെ നാട്ടിലോ അങ്ങനെ അത്ര കാര്യമായിട്ട് അറിയൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴാണ് കുറച്ചും കൂടെ ധാരണയൊക്കെ ഉള്ളത്. നമ്മൾ മറ്റേ പഠിച്ച് പുറത്തിറങ്ങുന്ന സമയത്തൊന്നും അത്ര ധാരണയൊന്നുമില്ല. ആ നാട്ടിൽ ആരും സിനിമാക്കാരില്ല. അപ്പോൾ നമ്മൾ ഈ ആഗ്രഹം പറഞ്ഞിട്ട് ഞാൻ കഴിയുന്നതും ഈ ആഗ്രഹം ഉണ്ടെന്ന് പുറത്തറിയിക്കാതെ കുറേ കാലം ജീവിച്ചു. അതെ, സൺഡേ തിയേറ്ററും പരിപാടികളൊക്കെ ആയിട്ട് കുറേ കാലം ജീവിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ PG പഠിക്കാൻ വന്നു. PG പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി ഉണ്ടായി, പെർമനൻ്റ് ഒന്നും ആയില്ല. എന്നാലും ജോലിയൊക്കെ കഴിഞ്ഞിട്ട്
ഞാൻ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ സിനിമ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പം വീട്ടിൽ മറ്റേ അത്ര അധികം മോശം അഭിപ്രായമൊന്നുമില്ല, നാട്ടിൽ കുഴപ്പമില്ലാത്തൊരു ചെക്കനായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് നാട്ടിലൊക്കെ നോക്കിക്കൊണ്ടായിരുന്നത്. പെട്ടെന്ന് ഈ സിനിമ എന്ന് പറഞ്ഞിട്ട് പോയി എൻ്റെ വരുമാനം നിലച്ചു, മറ്റേ വേറൊന്നുമില്ല. അപ്പോൾ ഓരോരോ പ്രാവശ്യം പോകുമ്പോഴും നമുക്ക് ആ വരെ പേടി നമുക്ക് മനസ്സിലാവും, ഇവനിനി എന്താവും എന്നുള്ള പേടി നമുക്ക് വീട്ടുകാരുടെ അടുത്തു നിന്നും നാട്ടുകാരുടെ അടുത്തു നിന്നൊക്കെ മനസ്സിലാവും. പക്ഷെ എനിക്ക് മറ്റേ ഇനി ഇങ്ങനെ തിരിഞ്ഞ് നടക്കാനും പറ്റില്ല എന്ന് പറയാൻ അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിൽ കുറേ കാലം ജീവിച്ചിട്ടുണ്ട്. അപ്പം തിരിച്ചെന്തായാലും നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. അത് എൻ്റെ വീട്ടുകാരുടെ നാട്ടുകാരുടെ മാത്രമല്ല, ഞാൻ വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം അവരെയൊക്കെ ആഗ്രഹിച്ചതുപോലെ വിടണം എന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെയൊക്കെ ഒരു സീനിയറായിട്ടുള്ള ഒരാളാണ്. കണ്ടില്ലേ രാജേഷേട്ടൻ പോയിട്ട് എന്ന് പറയാൻ പറ്റില്ല, പറയാൻ പാടില്ല. അവരോട് പോസിറ്റീവായിട്ട് കാണും. അപ്പം അത് ഭയങ്കര നിർബന്ധമായിട്ട് തോന്നി. ഇനിയുള്ള തലമുറക്കെങ്കിലും ഇങ്ങനെ കുറച്ചും കൂടെ എക്സ്പോഷർ കിട്ടണം, അവർക്ക് ആഗ്രഹിച്ച പോലെ പിന്നെ നടക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. ഞങ്ങൾ മറ്റേ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുബായിക്ക് പോകുക എന്നുള്ളതായിരുന്നു നാട്ടിലൊക്കെ ഉള്ള ആകെയുള്ള ഓപ്ഷൻ. വേറെ ഒരു എക്സ്പെരിമെന്റിനും ആരും മക്കളെ വിട്ടുകൊടുക്കൂല. അവിടെ സ്ത്രീകളുടെ ഒരു രീതി എങ്ങനെയാണ്, പ്രത്യേകിച്ചും ഇപ്പം ഈ ഒരു 30+ സിനിമയിലേക്ക് വരുന്നുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഒരു സ്ത്രീ ജീവിതം കുറച്ചുകൂടെ കാസർഗോഡിൻ്റെ ഉള്ളോട്ടൊക്കെ സിനിമ മോഹിക്കാവുന്ന ഒന്നാണോ ഇപ്പോഴും? ഞാനുള്ളത് വെച്ചാൽ നല്ലൊരു മലയോര പ്രദേശമാണ്. അപ്പോൾ സിനിമ സ്വപ്നം ഉള്ളിൽ ഇനിയുണ്ടാവും, ഉള്ളിൽ ഒതുക്കി നടക്കുന്നവര്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ അകത്ത് നടക്കുന്ന അല്ലേ, എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാതെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു പേടി ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിന്റെ നല്ല വശങ്ങൾ ചിന്തിക്കുന്നില്ല. നമ്മളിപ്പോൾ ഇതിലേക്ക് വന്ന സമയത്ത് ഇത് എല്ലാത്തിനും നല്ലതും ചീത്തയായിട്ടുള്ള വശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പോഴും ആ രീതിയിൽ ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പോൾ എന്താ പറയണ്ട, ആ നാട്ടിൻപുറത്തിന്റെ ആ നിഷ്കളങ്കതയുടെ എല്ലാം ഭാഗമായിട്ടാവാം അങ്ങനെ ചിന്തിക്കുന്നത്. പിന്നെ അവർക്കൊക്കെ ഭയങ്കര പിന്നെ ഇത് സ്വപ്നം പോലെ ഉള്ള പരിപാടികളാണ്. ഞങ്ങള് എന്നത്തെ കേസുകൂടൊക്കെ വരുമ്പോ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ. അപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു കുറേ ആൾക്കാരെ. അപ്പൊ പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന കുറെ ചേച്ചിമാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതില് ലീഡ് മറ്റേ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. എന്നുവെച്ചാൽ അങ്ങനെ മാറിയിട്ടുണ്ട് ആ നാടിനോട് സിനിമയോടുള്ള. ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ വലിയൊരു നല്ല കാര്യമായിട്ട് എടുക്കുന്ന അങ്ങനെ ഉണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവർക്ക് എത്തിപ്പെടാൻ, ഞാനും ഇപ്പൊ എന്താ ഭാഗ്യവശം എത്തിയെന്നേ ഉള്ളൂ. പക്ഷെ എത്തിപ്പെടാൻ പറ്റാത്തുള്ള അവസ്ഥ മാത്രമാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ സിനിമ മാത്രല്ല, ഒരു നല്ല മോഡേൺ ഡ്രസ് ഇട്ടാൽ തന്നെ ആ രീതിയിൽ സംസാരിക്കുന്ന നാട്ടിൻപുറത്തിന്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. അതൊന്നും ഇന്നും അങ്ങനെ തന്നെയാവും. ഇതില് നമ്മൾ ആദ്യത്തേല് സുരേഷിന് കുറെ കോസ്റ്റ്യൂം അതേപോലെ മാലയൊക്കെ മാറുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക്. നിങ്ങൾക്ക് പോലും ചേഞ്ച് ഇല്ലായിരുന്നല്ലേ ഇതിലെങ്ങനെ? ആദ്യം തന്നെ ഇത്രയുണ്ടെങ്കിൽ 3 കാലഘട്ടത്തിലെ ട്രെൻഡിയാണോ? ഇത് മറ്റേ ആഭരണം സൂക്ഷിക്കാനും രംഗേനെ പറ്റി ജിത്തുമാധവൻ പറഞ്ഞ പോലെ ആഭരണം സൂക്ഷിക്കാൻ ഒരാളായിരുന്നു. ഇതില് മാലയൊന്നും കാണുന്നില്ല. ആഭരണ പെട്ടി എല്ലാം ഉണ്ട്. കുറച്ച് ഒരു ആഭരണ പെട്ടി എപ്പോഴും കൊണ്ടു നടക്കണം. ഓരോ കാലഘട്ടത്തിലേക്കും വലിയൊരു ആഭരണ പെട്ടി. അത് ആദ്യത്തേലും അങ്ങനെ തന്നെയാണ്. മാലയൊക്കെ ഉണ്ടല്ലോ, വെറൈറ്റി മാലകളും കുറച്ച് അത്യാവശ്യം. സുരേഷും കുറച്ച് ട്രെൻഡി ആയിട്ടാണ് നടക്കുക. സുരേഷായിട്ടാ കുറച്ച് ട്രെൻഡിങ് ആണ്, കുറച്ച് ഫാഷൻ. അപ്പൊ ഞങ്ങള് പടത്തിനും വെയിറ്റിംഗ് ആണ്. നാത്താൻ കേസുകളുടെ ഒക്കെ റെക്കോർഡുകൾ വേദിച്ചത് മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.